കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണ്? ഡിസ്കണക്ട് ദ ഇലക്ട്രിക് കോണ്ടാക്റ്റ്. ആദ്യം ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യുക? ഫ്യൂസ് പിന്നെ ഊരുക, അതല്ലെങ്കിൽ ബ്രേക്കർ താത്തുക. ഇനി രണ്ടാമത് ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ അയാളെ പിന്നെ ടച്ച് ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഡ്രൈ വുഡൻ സ്റ്റിക്ക്, ഒരു ഉണങ്ങിയ വടി കൊണ്ടാണ് നിങ്ങൾ അയാളെ, അല്ലെങ്കിലോ നല്ല ഇൻസുലേറ്റർ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പിന്നെ PVC പൈപ്പോ അങ്ങനത്തെ എന്തെങ്കിലും നല്ല കട്ടിയുള്ളത്. പിന്നെയോ അടുത്ത കാര്യം പറയുകയാണ് ഇവിടെ, പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുകയാണ്? അയാൾക്ക് ശ്വാസം നിലച്ചു പോവാണ്, ഹേർട്ട് ഫെയിലർ ആയി പോവാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ചെസ്റ്റിന് നമ്മൾ കംപ്രഷൻ കൊടുക്കണം. പിന്നെയോ ചെസ്റ്റ് കംപ്രഷൻ ഒരു മിനിറ്റിൽ 100-120 അതിൻ്റെ റേറ്റ്. പിന്നെയോ അത് കൊടുത്തതിന് ശേഷം, അതായത് നമ്മൾ അടുത്ത പാഠം നമ്മൾ പഠിക്കും, റേഷ്യോൻ്റെ ഒരു പാഠം മാത്സിൽ പഠിക്കും. 30 കംപ്രഷൻ നമ്മൾ പിന്നെ നെഞ്ചത്ത് കൊടുക്കുമ്പോൾ, ചെസ്റ്റിൽ കൊടുക്കുമ്പോൾ 2 മൗത്ത് ടു മൗത്ത് എന്ത് കൊടുക്കണം? ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം. മൊത്തത്തിൽ നമ്മൾ CPR എന്നാണ് പറയുക. ഈ CPRൻ്റെ റേഷ്യോയും കാര്യങ്ങളൊക്കെ ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ആനിമേറ്റഡ് വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് കാണണം. എപ്പോഴും ഫസ്റ്റ് എയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ കൊണ്ടുപോകേണ്ടടുത്തേക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. സ്വയം ചികിത്സ എന്ത് ചെയ്യാൻ പാടില്ല. അടുത്ത ഇതൊരു ചിത്രം കണ്ടോ? ഇത്തരം ചിത്രങ്ങൾ നിങ്ങൾ എവിടെ കണ്ടി? യെസ്, ജീപ്പിൻ്റെ മുമ്പിലൊക്കെ കെട്ടിയിട്ട് പോയിട്ട് അനൗൺസ് ചെയ്യുന്ന കണ്ടില്ലേ? യെസ്, ഈ ജനറേറ്ററുകൾ എന്താ ചെയ്യുന്നത്? ഇലക്ട്രിസിറ്റി ഉണ്ടാക്കുകയാണ്. നമ്മൾ നേരത്തെ എന്ത് ചെയ്തു? ബാറ്ററി ഉപയോഗിച്ചിട്ടാണ് ഒരു മോട്ടർ വർക്ക് ചെയ്യിപ്പിച്ചത് അല്ലേ? ഇപ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്യാണ്? നമ്മൾ ഈ ജനറേറ്ററിന് എങ്ങനെ ഉണ്ടാകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ 10ാം ക്ലാസ്സിൽ പഠിക്കും. ഇവിടെ എന്താ ചെയ്യുന്നതെന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. ജനറേറ്റർ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമ്മൾ അതിനകത്ത് എന്തൊക്കെയാണ് ഒഴിക്കുക? ഫ്യൂവൽസാണ് ഒഴിക്കുക. ഏതൊക്കെ ഫ്യൂവൽസ്? കെറോസിന്, പിന്നെ പെട്രോൾ, ഡീസൽ പോലെയുള്ള, പിന്നെ മണ്ണെണ്ണ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിച്ചിട്ടാണ് ഇത് പ്രവർത്തിപ്പിക്കുക. അപ്പോൾ എന്താ സംഭവിക്കുക? ഒരു സബ്സ്റ്റൻസിലുള്ള എനർജി, കെമിക്കൽ എനർജിയാണ് നമ്മൾ 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ട്. ആ ഫ്യൂവൽസിലുള്ള കെമിക്കൽ എനർജി എന്ത് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുക? ഫസ്റ്റ് മെക്കാനിക്കൽ എനർജി ആയിട്ട്. ഇവിടെ നമ്മൾ ഇത് വലിച്ചല്ല സ്റ്റാർട്ടാവുക, അതിങ്ങനെ കറങ്ങിക്കഴിഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഒരു പ്ലഗ് ഉണ്ടാവും, ഇതിൽ നമുക്ക് കുത്തിയാൽ എന്ത് ചെയ്യും? ഇലക്ട്രിക് എനർജി കിട്ടും. അപ്പോൾ ആദ്യം കെമിക്കൽ എനർജിയെ മെക്കാനിക്കൽ എനർജി ആയും പിന്നെ അത് ഇലക്ട്രിക്കൽ എനർജി ആയിട്ടും മാറ്റുന്നു. ഇനിയോ എല്ലാ സബ്സ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള എനർജി ഏതാണ്? ബാറ്ററീൻ്റെ ഉള്ളിലായാലും എന്ത് സബ്സ്റ്റൻസിൻ്റെ ഉള്ളിലുള്ള എനർജിക്ക് നമ്മൾ പിന്നെ കെമിക്കൽ എനർജി എന്ന് പറയും. ബാറ്ററീൻ്റെ ഉള്ളിൽ കെമിക്കൽ എനർജീൻ്റെ രൂപത്തിലാണ് സ്റ്റോർ ചെയ്തത്. യെസ്, അടുത്ത എന്താ കണ്ടോ? നിങ്ങൾ കണ്ടോ? ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ കണ്ടോ? വെള്ളം കൊണ്ട് ഉപയോഗിക്കുന്ന ഒരു പവർ സ്റ്റേഷനാണ്. ഇടുക്കി ഡാമിലൊക്കെ വെള്ളമില്ലേ അല്ലേ? KSEB എന്ത് ചെയ്യുന്നുണ്ട്? എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ, ഡാമിൽ റിസർവോയറിൽ ഇത്ര വെള്ളം ഉണ്ടാവും. ഈ ഉയർന്ന സ്ഥലത്ത് നിന്ന് വെള്ളത്തിന് എന്ത് ചെയ്യും? താഴെയുള്ള സ്ഥലത്തേക്ക് വിടും. അപ്പം ഇവിടെ എന്തുണ്ടാവും? ഇവിടെ ഒരു ടർബൈൻ ഉണ്ടാവും. ഈ ടർബൈന് കറങ്ങുമ്പോൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യും. ഇതാണ് നമ്മൾ എന്ത് ചെയ്തത്? ഫസ്റ്റിൽ ഞാൻ ക്ലാസ്സിൽ 2 സാധനങ്ങൾ കൊണ്ടുവന്നിട്ടില്ലേ? ഒരു സാധനം ഇങ്ങനെ കറക്കിയപ്പോൾ എന്ത് ചെയ്തു? ഒരു സാധാ LED, ഇത് 9 വാട്ട്സിൻ്റെ ഒരു LED കത്തി. രണ്ടാമത്തത് കറക്കിയപ്പോഴോ ഒരു ചെറിയൊരു LED, 2 കാലുള്ളൊരു ചെറിയൊരു LED, ഏതാ ആ LED കറങ്ങി അല്ലേ? പിന്നെ അതായത് ഇവിടെ ഒരു ഫോഴ്സ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഈ ടർബൈൻ എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത് അല്ലേ? ഈ ടർബൈന് കറങ്ങുമ്പോൾ എന്ത് സംഭവിക്കും? ടർബൈന് കറങ്ങുമ്പോൾ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്ത ഇലക്ട്രിസിറ്റി നമ്മൾ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റി ഈസ് ട്രാൻസ്മിറ്റഡ് ടു വേരിയസ് പ്ലേസസ് ത്രൂ ഇലക്ട്രിക് ലൈൻസ്. വെള്ളം കുറഞ്ഞാൽ, മഴക്കാലത്തല്ലാത്ത വേനൽക്കാലത്ത് എന്ത് സംഭവിക്കും? നമുക്ക് കട്ടുണ്ടാവും, പവർ കട്ട് ഉണ്ടാവും. എന്തുകൊണ്ടാണ്? അവിടെ വാട്ടറിൻ്റെ ലഭ്യത കുറവ്, സ്കാസിറ്റി ഓഫ് വാട്ടർ, റെഡ്യൂസ്ഡ് ദ അവൈലബിലിറ്റി ഓഫ് വാട്ടർ ആണ് അല്ലേ? കാരണം ഇനി കുറച്ച് ചിത്രങ്ങൾ കണ്ടോ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? ഇങ്ങനെ ഒരു ചിത്രം, ഹുക്കുഷിമ, ജപ്പാനിലെ ഹുക്കുഷിമയിലെ പിന്നെ ഒരു ആണവ നിലയം പോലെയുള്ള ഇതുപോലത്തെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഹുക്കുഷിമയിലെ തെർമൽ പവർ സ്റ്റേഷനാണ്. ഇതുപോലത്തെ ഒരു ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെയോ ഇത് കുടംകുളത്തുള്ള, നമ്മളെ ഇന്ത്യയിലുള്ള കുടംകുളത്തുള്ള ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ. ഇതാണ് ഏറ്റവും നല്ല എഫിഷ്യൻസി ഉണ്ടാകുക. പക്ഷേങ്കിൽ ഇതിൻ്റെ എന്തുണ്ട്? ഇതിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ നമുക്ക് റേഡിയേഷൻ സംഭവിക്കും. പിന്നെയോ ഇത് വിൻഡ് മില്ല്. നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോയാൽ എന്തുണ്ടാവും? വിൻഡ് മില്ല്. നമ്മളെ കാറ്റ് കൊണ്ട് ഇതിങ്ങനെ കറങ്ങും. നമ്മളെ ക്ലാസ്സിലൊരു സാധനം കൊണ്ടുവന്നില്ലേ? അതിങ്ങനെ കറക്കുമ്പോൾ എന്ത് ചെയ്തു? പിന്നെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ലൈറ്റ് കത്തി. അതുപോലെയാണ്. അതിൽ ചെറുങ്ങനെ ഷോക്കെല്ലാം അടിച്ചില്ല, ചെറിയൊരു ഇനി കേരളത്തിൽ ഇത്തരം ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ വരുന്നുണ്ട്. ആതിരപ്പള്ളിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? KSEB സ്ഥലം കണ്ടെത്തുന്നുണ്ട് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ത്രൂ വിൻഡിൻ്റെ പവർ ഉപയോഗിച്ചിട്ട്, ടൈഡൽ വേവ്സ് ഉപയോഗിച്ചിട്ട്, അല്ലെങ്കിൽ ന്യൂക്ലിയർ എനർജി ഉപയോഗിച്ചിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ഈ കോളും ഡീസലും ഒക്കെ ഉപയോഗിക്കാണ്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും. തെർമൽ പവർ സ്റ്റേഷനിൽ സ്റ്റീമാണ് ഉപയോഗിക്കുക. നമ്മൾ ആവി സ്റ്റീം എഞ്ചിൻ എന്നെല്ലാം കണ്ടിക്കില്ല, ആ ഒരു ചൂട് കൊണ്ടാണ് അത് കറങ്ങുക. പിന്നെ വേറൊരു കാര്യം കണ്ടിക്കില്ല, പിന്നെ ജലചക്രം ഉണ്ടാക്കിയ അത് വെള്ളത്തിൻ്റെ ഇതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ടർബൈൻ ആയാലും കറങ്ങുന്നത്. പിന്നെയോ ഇനി കുറച്ച് ചിത്രങ്ങൾ കണ്ട, സോളാർ പാനൽസ് അല്ലേ? സോളാർ പാനൽ ഞാൻ പറഞ്ഞു തന്നല്ലേ? പിന്നെയോ ചന്ദ്രയാൻ 3ൻ്റെ ഒരു പിക്ചർ കാണുന്നുണ്ട് അല്ലേ? പിന്നെയോ സോളാർ കാർ, സോളാർ ബസ്, ഹൈഡ്രജൻ ബസ്, ഇതൊക്കെ നമ്മൾ കണ്ടതാണല്ലേ? പിന്നെയോ നമ്മൾ പറയുകയാണ് ചന്ദ്രയാൻ 3യുടെ റോവറിൻ്റെ പേരെന്ത്?
ചന്ദ്രയാൻ 3യുടെ ലാൻഡറിൻ്റെ പേരെന്ത്? ഇത് നമ്മൾ പറഞ്ഞത്. യെസ്, ചന്ദ്രയാനുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ചോദ്യം ചോദിച്ചാണല്ലേ. ചന്ദ്രയാൻ 3യുടെ റോവർ ലാൻഡറിൻ്റെ പേര് എന്താണ്? ലാൻഡറിൻ്റെ പേര് വിക്രം എന്നും റോവറിൻ്റെ പേരെന്താണ്? റോവറിൻ്റെ പേര് പ്രഗ്യാൻ എന്നുമാണ് നമ്മൾ പറഞ്ഞതല്ലേ. പക്ഷെങ്കിൽ ഇവിടെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ പിന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇന്ത്യ എന്ത് ചെയ്തു? പിന്നെ ചന്ദ്രൻ്റെ സൗത്ത് പോളിൽ നമ്മളെ നമ്മളെന്ത് ചെയ്തിട്ട് മൂണിൻ്റെ സൗത്ത് പോളിൽ എന്ത് ചെയ്തു? ഇത് പക്ഷേ കുറച്ച് ദിവസം അതെന്ത് ചെയ്തു? വർക്ക് ചെയ്തു. പിന്നീട് നമ്മൾ എഴുന്നേൽക്കുമെന്ന് വിചാരിച്ചു. പക്ഷേങ്കിൽ പവർ ഓഫ് ആയി പോയി. എന്തുകൊണ്ടാണ്? എല്ലാ സമയത്തും എന്ത് ചെയ്യൂല, സൂര്യൻ്റെ പവർ എന്ത് ചെയ്യൂല, ആർക്ക് കിട്ടൂല? മൂണിൽ, ചന്ദ്രനിൽ കിട്ടൂല. ചന്ദ്രനിലെ സൗത്തിൽ. പക്ഷേങ്കിൽ ഇന്ത്യ അല്ലാതെ വേറൊരു രാജ്യം അത് പ്രവർത്തിപ്പിച്ചു കേട്ടാ. അപ്പോൾ സോളാർ സെല്ല്, നമ്മൾ ഈ സോളാർ പാനലിലൊത്ത് എന്ത് കണ്ടിട്ടുണ്ട്? ചെറിയ ചെറിയ സെല്ല് കണ്ടിട്ടുണ്ടല്ലേ. അതെന്ത് ഡിവൈസാണ്? സോളാർ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഡിവൈസുകളെയാണ് നമ്മൾ സോളാർ സെല്ല് എന്ന് പറയുന്നത്. സോളാർ പാനൽ എന്ന് പറഞ്ഞാൽ എന്താണ്? കോമ്പിനേഷൻ ഓഫ് 2 or more സോളാർ സെൽ. ചെറിയ ചെറിയ ഇങ്ങനത്തെ പീസ് കണ്ടില്ലേ, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ എന്ത് പറയുന്നത്? സോളാർ പാനൽ എന്ന് പറയുന്നത്. ഫ്യൂച്ചർ എനർജി ക്രൈസിസിന് ഒരു പരിഹാരമാണ് അല്ലേ. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു ഇലക്ട്രിസിറ്റി എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? സേവ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊരു പോസ്റ്റർ ഉണ്ടാക്കിയിട്ട് വരണം. ഏത് വിഷയത്തിൽ? പിന്നെ സേവ് ഇലക്ട്രിസിറ്റി. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ലേറ്റസ്റ്റ് സക്സസ്സിൽ കുറച്ച് ചോദ്യങ്ങളുണ്ടല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ബാറ്ററിയിൽ സംഭവിക്കുന്നത്? ഒരു സബ്സ്റ്റൻസിലുള്ള എനർജി കെമിക്കൽ എനർജിയാണ്. ആ കെമിക്കൽ എനർജി എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറുന്നു. പിന്നെ നമ്മൾ ലൈറ്റാണ് ഫിറ്റ് ആക്കുന്നതെങ്കിൽ ലൈറ്റ് എനർജി ആകുന്നു അല്ലേ, എമർജൻസി ലാമ്പിൽ. പിന്നെയോ ഇതിലൊരു ഓപ്പൺ സർക്യൂട്ടിൻ്റെ ഒരു കാര്യം കണ്ടുപിടിക്കും. എയും സിയും ഡിയും ഒരേപോലെ ഉണ്ടല്ലേ. പിന്നെയോ നമ്മൾ നേരത്തെ പറഞ്ഞ ആർട്ടിഫിഷ്യലായ പിന്നെ സാറ്റലൈറ്റിൻ്റെ ഒക്കെ ഒരു മഞ്ഞ പോലത്തെ എന്തുണ്ട്? ഇതിങ്ങനെ കവറിങ് ഉണ്ടല്ലോ, ഒരു ഫോയിൽ പോലത്തെ. അപ്പോൾ സാറ്റലൈറ്റ്സിന് ഇലക്ട്രിസിറ്റി കൊടുക്കുന്നത് സോളാർ പാനലാണ്. പിന്നെയോ സമ്മർ സീസണിൽ വെള്ളത്തിന് പ്രശ്നമുള്ളതുകൊണ്ട് എന്ത് ചെയ്യുമോ? പവർ ഷോർട്ടേജ് ഉണ്ടാവും. പിന്നെയോ വെള്ളത്തിലൊരു ഇലക്ട്രിക് ലൈൻ വീണാൽ എന്ത് ചെയ്യുമോ? കണ്ടക്ട് ചെയ്യും. ഒരാൾക്ക് ഷോക്ക് അടിക്കും അല്ലേ. വാട്ടർ കണ്ടക്ടറാണ്. പിന്നെയോ ഇവിടെ ഒരു ചിത്രം കണ്ട ഈ ഒരു സർക്യൂട്ട് നോക്കൂ. ഓപ്പൺ ആണോ ക്ലോസ്ഡ് ആണോ? നിലവിൽ ക്ലോസ്ഡ് ആണ്. ഇത് നിലവിൽ ഓപ്പൺ ആണ്. നമുക്ക് എങ്ങനെ ഇത് ക്ലോസ്ഡ് ആക്കാം? ഇത് കണക്ട് ചെയ്താൽ മതി. രണ്ട് കാര്യങ്ങൾ ചെയ്യണം. പോസ്റ്റർ ഉണ്ടാക്കണം, പിന്നെ എന്ത് ചെയ്യണം? ഒരു സർക്യൂട്ട് ഉണ്ടാക്കണം.